പാദപൂജ വിവാദം അത് വലിയ രീതിയിൽ കത്തിപ്പടരുന്നുണ്ട്. നാനാഭാഗത്തു നിന്നും അതിൽ നടപടി വേണമെന്ന് ഒരു വിഭാഗവും ഗവർണർ അടക്കം അങ്ങനെ ഒരു നടപടി വേണ്ട, അത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ഗവർണറും ഒക്കെ പറയുന്നു. അങ്ങനെ രണ്ട് തട്ടിൽ വീണ്ടും ഭാരതാംബ വിവാദത്തിന് പിന്നാലെ ഈ പാദപൂജ വിവാദം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നീക്കം നടത്തിയിട്ടുണ്ട്. കാൽ കഴുകിച്ചവർ സർവീസ് റൂൾ പ്രകാരം ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. ഈ സംഭവം വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷിക്കുന്നുണ്ട്. കാൽ കഴുകൽ സംസ്കാരം കേരളത്തിലില്ല. ഭാരതീയ സംസ്കാരത്തിൽ എവിടെയാണ് കൊച്ചുകുട്ടികളെ കൊണ്ട് കാൽ കഴുകിക്കുന്നത്? വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളെ തകർക്കുന്ന നിലപാടാണ് ഗവർണർ സ്വീകരിക്കുന്നത് എന്നും മന്ത്രി വിമർശിച്ചു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഇത് RSSന്റെ അജണ്ടയാണ് ഗവർണറുടെ വായിലൂടെ വന്നത്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ടും അധ്യാപകന്റെയോ മറ്റാരുടെയും കാല കഴിപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുന്നതല്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണറെ പോലുള്ള ഭരണത്തലവൻ ഇത്രമാത്രം നമുക്ക് വേദന ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് വളരെ ദുഃഖകരമാണ്. അത് ഭാരതീയ സംസ്കാരത്തിൽ എവിടെയാണിത് പറയുന്നതെന്നുള്ളവർ എനിക്കറിയില്ല. ഭാരതീയ സംസ്കാരത്തിന്റെ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ സ്കൂൾ കുട്ടികളെ കൊണ്ട് BJP നേതാക്കന്മാർ കാല് കഴിയിപ്പിക്കണമെന്ന്? അതാണ് കേരള സംസ്കാരം എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേർന്ന് നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന്. ചന്തു, അങ്ങനെ ഭാരതാംബ വിവാദത്തിന് ശേഷം വീണ്ടും മന്ത്രി വി ശിവൻകുട്ടി ഗവർണർക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു പാദപൂജ വിവാദത്തിൽ. ഇപ്പോഴെങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്? കുറച്ച് മുൻപ് പോലും ഗവർണറുടെ വാക്കുകൾ ഇത് ഭാരതീയ സംസ്കാരമാണെന്നും ഇത് ചെയ്യാത്തവർ സംസ്കാരം അറിയാത്തവരാണെന്നുമൊക്കെയായിരുന്നു. സേതുലക്ഷ്മി, ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് വ്യക്തമാക്കുകയാണ്. അതാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ വിദ്യാർത്ഥികളെ കൊണ്ട് കാൽ കഴിയിച്ച സംഭവം എന്തായാലും അംഗീകരിക്കാൻ കഴിയില്ല. സംഭവം ഞെട്ടിക്കുന്നതാണ്. ആധുനിക കാലത്ത് നടക്കാൻ പാടില്ലാത്തതാണ് ഈ സംഭവം എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. ഈ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും ആദ്യ കാഴ്ചയിൽ തന്നെ സർവീസ് റൂൾ പ്രകാരം ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ശിക്ഷ നേരിടേണ്ടി വരും. അത്തരം ശിക്ഷ എടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള കുറ്റമാണ് ഇവിടെ നടന്നത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. ഇതിനെ ഈ സംഭവത്തെ ന്യായീകരിക്കുന്ന ഒരു നിലപാട് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനെയും മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ വിമർശിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളെ തകർക്കുന്ന നിലപാടാണ് ഗവർണർ സ്വീകരിക്കുന്നത്. അത് പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നാലും ഇപ്പോഴുള്ള ഗവർണർ രാജേന്ദ്ര ലേക്കർ ആയിരുന്നാലും അത്തരം നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും ഇത് RSS അജണ്ടയാണെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ചില വൈസ് ചാൻസലറുടെയും ചില മാധ്യമങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് ഗവർണർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്നാലും കാൽ കഴുകൽ സംസ്കാരം കേരളത്തിലില്ല. ഭാരതീയ സംസ്കാരത്തിൽ എവിടെയാണ് കൊച്ചുകുട്ടികളെ കൊണ്ട് കാൽ കഴിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെടുന്നുണ്ട്. സ്കൂളിനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ പരിമിതിയുണ്ട്. കാരണം അതൊരു സ്വകാര്യ സ്കൂൾ ആയതുകൊണ്ട് അത്തരം നടപടി സർക്കാർ സ്കൂളുകളിൽ ഉണ്ടാകുന്നത് പോലെ സ്വീകരിക്കാൻ പരിമിതിയുണ്ട് എന്ന കാര്യം മന്ത്രി പറയുമ്പോഴും ഈ കൃത്യമായ ഒരു നടപടി ഇതിൽ ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. സ്വകാര്യ സ്കൂൾ എന്നതിനുപരി അതിൽ എന്താണ് നടപടി സ്വീകരിക്കാൻ കഴിയുക എന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ ചന്തു, ശരി. അങ്ങനെ പാദപൂജയിൽ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നീക്കം നടത്തുകയാണ്. വിവരങ്ങൾ നൽകുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ. ഇനി